സഹകരണ മേഖലയിലെ അനുകരണീയ മാതൃകയാണ് അഡ്വക്കേറ്റ് ജോസഫ് മണ്ഡപമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സഹകരണ മേഖലയിൽ തുടർച്ചയായി അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ജോസഫ് മണ്ഡപത്തിലിനെ ആദരിക്കുവാൻ പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. അഡ്വക്കേറ്റ് ജോസ് മണ്ഡപത്തിന് സഹകാരികളുടെ ആദരം നൽകി. ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മണ്ഡപത്തിലിനെ പൊന്നാട അണിയിക്കുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. എല്ലാവരും ഹാജരായിട്ടുണ്ട് എന്നുള്ളത് മണ്ഡപം സാറിനോടുള്ള ആദരവിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ്. ഞാൻ സൂചിപ്പിച്ചുള്ള വേദി വളരെ ധന്യമാണ് ഈ സദസ്സ്. ശ്രീ സണ്ണി തെക്കേട ഉൾപ്പെടെ മുനിസിപ്പൽ കൗൺസിലേഴ്സും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സഹകരണ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിച്ച് തൻ്റേതായ വ്യക്തിപ്രഭാവം തെളിയിച്ചിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ പങ്കെടുക്കുന്ന മനോഹരമായ ഒരു വേദിയും സദസ്സുമാണ്. സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്ട് അധ്യക്ഷത വഹിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞങ്ങളുടെ പാർലമെന്റ് സൊസൈറ്റിയുടെ ഭൂരികൂതനായി ഞങ്ങളുടെ സീനിയർ മുൻ പ്രസിഡന്റും ഞങ്ങളുടെ ഡയറക്ടറുമായിട്ട് പ്രവർത്തിക്കുന്ന മണ്ഡപം സാർ പാലായിലെ സഹകരണ കാണില്ല. അപ്പോൾ ഞങ്ങൾ നമ്മുടെ പുതിയ കമ്മിറ്റി ആലോചന മണ്ഡപം സാർ നമുക്ക് ആദരിക്കണം. മാർക്കറ്റ് ഹെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോയി നടുക്കര, XMB, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, പ്രൊഫസർ ലോപ്പസ് മാത്യു, ലാലിച്ചൻ ജോർജ്, അഡ്വക്കേറ്റ് VT തോമസ്, അഡ്വക്കേറ്റ് S ജയസൂര്യൻ, അഡ്വക്കേറ്റ് ജോസ് ടോം, ഫിലിപ്പ് കുഴുകുളം, ബേബി ഉടുത്തുവാൽ, റോബിൻ കെ അലക്സ്, രാജേഷ് വാളിപ്ലാക്കൽ, ജിജി തമ്പി, സംഘം വൈസ് പ്രസിഡന്റ് ബെന്നി ഈരൂരിക്കൽ, ജനറൽ മാനേജർ ഷാജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസഫ് മണ്ഡപം മറുപടി പ്രസംഗവും നടത്തി. i4A ന്യൂസ് പാലാ.